എല്ലാവർക്കും നമസ്കാരം. സതിച്ചമ്മ അമ്മയുടെ ഒരു അനിയത്തി അമ്മയുമായുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. എന്നെക്കാളും 5 വയസ്സ് പിന്നെയാണ് സാവിത്രി. അപ്പോൾ സാവിത്രി ഞാനുള്ള ബന്ധപ്പെട്ട് ആദ്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, 1ാം ക്ലാസ്സിൽ എന്നെ ചേർന്നപ്പോൾ സാവിത്രി അവിടെ 5ാം ക്ലാസ്സിലാണ്. ഞാൻ സാവിത്രിയും ഹൈമയെയും ഗിരിജയെയും അനിയത്തി ഞങ്ങൾ 5 പേര് ഒന്നിച്ചാണ് ഭൂപതി സ്കൂളിലേക്ക് യാത്ര തിരിക്കാൻ. ഞങ്ങളുടെ നേതാവായിരുന്നു അന്ന് സാവിത്രി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സംഭവം കഴിഞ്ഞാൽ ഒന്നിട്ടുണ്ട്. സാവിത്രി പറഞ്ഞു, നമുക്ക് മഴക്കാലാണ്, മലവെള്ളത്തിൽ കൂടെ ചവിട്ടി അന്ന് പാടം ധാരാളമുണ്ട്, മലവെള്ളം കെട്ടി നിൽക്കുന്ന കാലമാണ്. ആ മലവെള്ളത്തിൽ ചവിട്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഇല്ലത്തേക്ക് പോകാൻ പറഞ്ഞു. ഇല്ലത്തേക്ക് വരില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. മൂത്താൽ സാവിത്രി 5ാം ക്ലാസ്സിൽ അത്രേ പ്രായമുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മലവെള്ളത്തിൽ ഇറങ്ങിയിട്ട് ശരിക്കും മര്യാദക്ക് റോഡിൽ ആ റോഡിൽ കൂടെ പോവാതെ ഈ മലവെള്ളത്തിൽ ചവിട്ടി അങ്ങനെ യാത്ര വന്നു. കുറേ ദൂരമുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ദിക്കിലും വഴി കാണാൻ മലവെള്ളത്തിന്റെ നടുക്ക് ഞങ്ങൾ പോവുകയാണ്. പിന്നേക്ക് നോക്കിയാലും വെള്ളം കിട്ടും, ബാക്കിലേക്കും മുന്നിലേക്കും സൈഡിലേക്കും ഒക്കെ വെള്ളം. അപ്പോ സാവിത്രി വന്നു, ഇനി എന്താ ചെയ്യുക, വഴി കാണാനില്ല, റോഡ് കാണാനില്ല. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ പോയി കഴിഞ്ഞപ്പോ എൻ്റെ ഒപ്പമുള്ള അപ്പൻ്റെ മകളുണ്ട് അനിയത്തി ഉറക്കെ കരയാൻ വരുന്നു. സാവിത്രി പേടിയാവുമ്പോ എന്നെ എടുക്കുമോ, അനിയത്തിയെ ഒക്കത്ത് നിൽക്കും. ഞങ്ങൾ ഈ ഒക്കത്ത് വെച്ച് ഇങ്ങനെ നടക്കുമ്പോ അനിയത്തി പേടി കൊണ്ട് സാവിത്രി കഴുത്തി കെട്ടിക്കൊടുത്തു. ആ വരമ്പ് നിന്ന് വെള്ളത്തിലേക്ക് ആ ചാട്ടത്തോടുകൂടി പിന്നെ ഞങ്ങൾ കാണുന്ന 3 പേര് കാണുന്നത് സാവിത്രിയും അനിയത്തിയും കൂടി വെള്ളത്തിൽ നിന്ന് താഴെ. ആരറിയില്ല, ഞങ്ങൾ ഈ 5 പെൺകുട്ടിയോളം അഭിമാനം കാണിക്കേണ്ടത്. അതിന്റെ പേര് സാവിത്രി കുട്ടി താഴെ. അപ്പൊ ഞങ്ങൾ വെള്ളത്തിൽ കൂടി അയ്യോ രക്ഷിക്കണേ, ഞങ്ങൾ 3 പേര്. ആര് രക്ഷിക്കണം, ആരും കണ്ണൂരെ രക്ഷിക്കാൻ ആളുകളുണ്ട്. അങ്ങനെ അപ്പൊ ഞങ്ങളെ സാവിത്രി വെള്ളത്തിൽ പോകുന്ന സമയത്ത് വാസന്തി ഇത് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ വിടാൻ പറയുമ്പോൾ ഓടുകൂടി എന്തോ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്ഥലമെന്ന് അറിയില്ല. ഇതൊരു വരമ്പ് സാവിത്രി കാര്യം കാണാനില്ല. ആ വരമ്പത്തേക്ക് സാവിത്രി കയറിയോടുകൂടി ഞങ്ങൾക്കൊരു രക്ഷ കിട്ടും. അതിന് രക്ഷപ്പെടാം. പിന്നെ എല്ലാവരും അപ്പൊ കയ്യിൽ അന്ന് ഓലക്കുടയല്ലേ, 5 ഓലക്കുട കായലിൽ ചൂട്ടിക്കായലിലേക്ക് ഇങ്ങനെ ഓലക്കുട ഒഴുകിക്കൊണ്ടാണ് സ്നേഹിച്ച സമയം ആളുകളില്ല. ഞങ്ങൾ പേടിച്ച് ഇങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുറഞ്ഞു കഴിയും. അങ്ങനെ ഞങ്ങൾ റോഡിൽ അതുകൊണ്ട് കഷ്ടത്തില്ല. ഞങ്ങൾ റോഡിലെത്തിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഒരു ദിവസം കൂടി കുറഞ്ഞ് എടുത്ത് ഇല്ലത്തെത്തിയിട്ട് ഞങ്ങൾ നേരെ കുളത്തിലേക്ക് ഓടും. അല്ലെങ്കിൽ ഞങ്ങളെന്താ നന്മയും ചോദിക്കില്ലേ, വൈകുന്നേരം ആവും ഇത് അവതരിപ്പിക്കണം. അച്ഛനോട് അമ്മോട് പുസ്തകമില്ല, പിറ്റേ ദിവസം സ്കൂളിൽ പോയി പുസ്തകമില്ല, കുഴയില്ല, ഒന്നും ചെയ്യാൻ ഇതിനെ അവതരിപ്പിക്കണ്ടേ. അപ്പൊ അച്ഛനൊക്കെ വൈകുന്നേരം ചായ കുടിക്കാൻ വന്നപ്പോ വാസന്തി സതിയും ആ ചെറുത് നിങ്ങൾ പറയെ പോയി എന്ന് പറയാൻ മതി. അപ്പൊ ഞാൻ അച്ഛൻ്റെ മുന്നിൽ അനിയത്തി വാസന്തി പക്ഷേ ഇതിനെ എല്ലാവരും കരയണോ. അങ്ങനെ പുറത്തുപോയി വെള്ളത്തിൽ പോയി നിങ്ങളെ വെള്ളം തരും. ഞങ്ങൾ മലയാളത്തിൽ ഇറങ്ങി പറഞ്ഞ് പൂർണ്ണ കരച്ചിലെല്ലാവരും. അച്ഛൻ അന്ന് തിരുവരുന്നതാണ്. അച്ഛനും വലിയ നിങ്ങളെ മലയാളത്തിൽ ഞങ്ങൾ ആ മേലത്തെ പഠിക്കുന്ന മലയാളത്തിൽ കൂടെ നടന്നു. അപ്പൊ ഞങ്ങളുടെ എല്ലാം പോയി. ജീവൻ കിട്ടിയ ഭാഗ്യം കൃഷ്ണൻകുട്ടി പോയി എനിക്ക് എല്ലാം കൂടി കാണാൻ ഭാഗ്യം. നിങ്ങൾ ഈ വക ധിക്കാരം എന്റെ നേതാവായിരുന്നു ഈ ഇരിക്കുന്ന സാവിത്രിക്ക് ഞങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു.